നമസ്കാരം. വയറ് സംബന്ധമായിട്ട് പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും തന്നെ. അതിനങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ നമുക്ക് വയറ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു 4 കാര്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ സഹായിക്കുന്ന ചില ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ പരിചയപ്പെടാം. നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം നീർക്കെട്ട്, വേദന, ബുദ്ധിമുട്ടുകളും ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളും അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ് ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ വയറ് വീർത്ത് വരിക, അല്ലെങ്കിൽ ദഹനം ശരിയായിട്ട് നടക്കാണ്ട് വരിക, മലബന്ധം പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ പറയുന്ന ഈ 4 ഡ്രിങ്കുകൾ വളരെയധികം ഔഷധ മൂല്യമുള്ള കാര്യങ്ങളാണ്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വയറിന് ഒരു ദോഷവും തന്നെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആരോഗ്യ പ്രശ്നത്തിനെയൊക്കെ തന്നെ മാറ്റിയെടുക്കാനും കഴിയും. വയറ് ശരിയല്ലെങ്കിൽ മറ്റൊന്നും ശരിയല്ല എന്നുള്ളത് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. നമുക്ക് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിൽ അത് പ്രകടമാവും. ഇത് അധികമായി കഴിഞ്ഞാൽ അൾസർ പോലുള്ള പ്രശ്നങ്ങളും, അൾസറേറ്റീവ് കൊളൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുകളും, അങ്ങനെ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നൽ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും എത്തിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം ഗ്യാസ്, ബുദ്ധിമുട്ടുകൾ, മലബന്ധം, ഇത്തരം പ്രശ്നങ്ങളിനെയൊക്കെ തന്നെ മാറ്റാൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും. ഇനി ഇതിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്രശ്നത്തെ വഷളാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് മൊത്തത്തിൽ തന്നെ ബാധിക്കാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടും. കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായി നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നല്ല ബാക്ടീരിയയെ ഒന്ന് കൂടുതൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് ചീത്ത ബാക്ടീരിയയെ പോലും നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ നല്ല ബാക്ടീരിയകളാണ്. ഇത്തരം ബാക്ടീരിയകളെ, നല്ല ബാക്ടീരിയകളെ കൂട്ടുന്ന രീതിയിലുള്ള ആഹാരമാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ വയറിലുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ തന്നെ അസിഡിറ്റി അല്ലെങ്കിൽ പുളിച്ചു തികട്ടൽ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ വിളിക്കുന്ന ഈ ഒരു പ്രശ്നം, അത് 2 രീതിയിലുണ്ട്. ഹൈപ്പർ അസിഡിറ്റിയും ഹൈപ്പോ അസിഡിറ്റിയും ഉണ്ട്. ഈ 2 കേസും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താലേ നമ്മുടെ ഈ വയറിൻ്റെ പ്രശ്നം മാറുകയുള്ളൂ. പലരും തന്നെ എപ്പോഴും അസിഡിറ്റിക്കുള്ള മരുന്നുകൾ കഴിച്ച് ചിലപ്പോൾ അത് ഹൈപ്പോ അസിഡിറ്റി കേസ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം വളരെ വഷളായി പോവാറുണ്ട്. കഴിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പുളിച്ചു തികട്ടലും തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ അസിഡിറ്റി ആണ്. ഇത്തരം എൻസൈംസിൻ്റെ അളവ് ശരീരത്തിൽ, വയറിൽ കൂടിയിട്ടുണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് ഇതിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ആഹാരം കഴിക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിച്ച അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമൊക്കെ തന്നെ വയറ് വീർത്ത് കെട്ടി വരുന്നത് പോലെയോ അല്ലെങ്കിൽ നമുക്ക് ആ ബ്ലോട്ടിങ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വയറിന് അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ അസിഡിറ്റി കേസാണ്. ഇങ്ങനെ ഹൈപ്പർ അസിഡിറ്റിയാണ് ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ B12 തന്നെ ആഗിരണം ചെയ്യാനുള്ള ശേഷി ഇത് നഷ്ടപ്പെടുത്തും. അങ്ങനെ നെർവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരെ ഉള്ളൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഈ 2 കേസാണെങ്കിൽ നമ്മൾ 2 രീതിയിലാണ് ശരീരത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ശരീരത്തിലൊരു ചൂല് പോലെ ആക്ട് ചെയ്യുന്നതാണ് ഫൈബറുകൾ അല്ലെങ്കിൽ നാരുകൾ എന്നുള്ളത്. അപ്പോൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഫൈബർ കുറഞ്ഞിട്ടുള്ള ആഹാരം കഴിച്ചിട്ട് നിങ്ങൾക്ക് മലബന്ധമോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് നാരുകളുള്ള ഫുഡ് കഴിച്ചു മാറ്റാൻ പറ്റും. എന്നാൽ ചിലർക്ക് ഇത് ഫാറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫാറ്റിൻ്റെ അളവ് കുറവാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഒന്നും ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം എൻസൈംസിനെ ഒന്ന് ആക്റ്റീവ് ആക്കുകയാണ് വേണ്ടത്. അതിന് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക് ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാന കാര്യം. തൈര്, മോര് അല്ലെങ്കിൽ കുറച്ച് പുളിപ്പിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കഴിക്കാം. അതിലാണ് പഴങ്കഞ്ഞി അല്ലെങ്കിൽ ഇഡലി ബാറ്റർ, ദോശ ബാറ്ററൊക്കെ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന കാര്യം. ആപ്പിൾ സിഡർ വിനീഗർ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ചില അച്ചാറുകൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തന്നെ നമ്മുടെ പ്രോബയോട്ടിക് ഫുഡുകളാണ്. നല്ല ബാക്ടീരിയയെ വളർത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട് ഈ ഹൈപ്പോ അസിഡിറ്റി കേസ് ആണെങ്കിൽ.
ഇനി ഇതിൽ തന്നെ ചില കാര്യങ്ങൾ 4 ഡ്രിങ്കുകൾ ഞാൻ പറഞ്ഞു. ഇത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. അതിൽ ഒന്ന് ത്രിഫല എന്നുള്ളതാണ്. ത്രിഫല എന്ന് പറഞ്ഞാൽ നെല്ലിക്കയും കടുക്കയും താന്നിക്കയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഫോമാണ്. ഇത് നമുക്ക് എല്ലാ ആയുർവേദ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. വളരെയധികം മിറാക്കിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് തരുന്ന ഒന്നാണ്. ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഡ്രിങ്കിന് തന്നെയാണ്. നിങ്ങൾ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ ത്രിഫല പൊടിയോ അല്ലെങ്കിൽ ത്രിഫലാദി ചൂർണോ വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് കലക്കി വെച്ചതിന് ശേഷം രാത്രി ഒരു ഇളം ചൂടോടുകൂടി കുടിച്ചു കഴിഞ്ഞാൽ വയറിൽ കെട്ടിക്കിടക്കുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിലോ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ളവർക്കോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു ഡീടോക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ദഹനം എളുപ്പമാക്കുന്നുണ്ട് എന്ന് വേണ്ട എല്ലാം നമ്മുടെ ഒരു വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ത്രിഫല വാട്ടർ കുടിക്കുക എന്നുള്ളത്. രാത്രി കാര്യങ്ങളിലാണ് ഏറെ നല്ല. ചക്ഷുക്ഷ്യ ദീപനി രുച്യ വിഷമജ്വര നാശിനി എന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിനെ കുറിച്ചിട്ട്. വളരെ ദീപനി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. ചില പനിയുള്ള കേസിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ശരീരത്തിൽ ഇത് ചൂല് പോലെ അല്ലെ ഒരു ഫൈബറായിട്ട് നമ്മുടെ ഇത്തരം മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളുന്ന രീതിയിൽ നമ്മുടെ കുടലിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അല്പം ദ്രാക്ഷ അല്ലെങ്കിൽ ഉണങ്ങിയ മുന്തിരി, കറുത്ത മുന്തിരിയാണെങ്കിൽ നല്ലത്, അത് വെള്ളത്തിലിട്ട് കഴുകി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളത്തോടുകൂടി രാവിലെ എടുത്ത് കുടിക്കുന്നത് നല്ല മലശോധന കിട്ടാനും വയറെല്ലാം തന്നെ ക്ലീൻ ആക്കാനും സഹായിക്കുന്ന ഒരു ഡീടോക്സ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വയറിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. നല്ല ചൂടുള്ളതല്ല, ഒരു നേരിയ ചൂടുള്ള വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നത് ദഹനമൊക്കെ ഈസി ആക്കാനും ഇത്തരം എൻസൈംസിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് ചിയാസീഡ് ഡ്രിങ്കാണ്. ചിയാസീഡ് എന്നുള്ളതും നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായാലും ദഹന പ്രവർത്തനങ്ങളും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത്തരം വയറിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും കൂടെ സഹായിക്കുന്നതാണ്. അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. നാലാമത്തെ ഡ്രിങ്ക് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം 1 സ്പൂൺ കരിഞ്ജീരകം എടുത്ത് ഒന്ന് കഴുകി ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്, പുറമേ നിന്ന് വാങ്ങുന്നതല്ലേ നമ്മൾ. അപ്പോൾ അത് 1 ഗ്ലാസ് ഇതുപോലുള്ള ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ തന്നെ നിങ്ങളുടെ വയറിനെ നന്നായിട്ട് ഡീടോക്സ് ചെയ്യുന്നതും മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ സഹായിക്കുന്നതാണ്. ദഹനശേഷിയൊക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇത്തരം ഗ്യാസ് പ്രശ്നങ്ങൾ, വയറ് വീർത്ത് കെട്ടൽ, അസിഡിറ്റി, പൊളിച്ചു തികട്ടൽ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 4 ഡ്രിങ്കുകളാണ്. കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഡിസീസ് എന്ന് പറയാറുണ്ട്. ശരിയാണ്, നമുക്ക് മലബന്ധം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു കാരണമായി അത് മാറാറുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ടത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചിലർക്ക് വയറിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ വായ്പുണ്യ പ്രശ്നങ്ങൾ വരുന്നത് കാണാം, അല്ലെങ്കിൽ മുഖത്ത് കൂടുതൽ പിമ്പിൾസ് വരുന്നതായിട്ട് കാണാം, താരൻ്റെ പ്രശ്നം അമിതമായിട്ട് വരും. ഇങ്ങനെയുള്ള അതുപോലെ ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ട് തന്നെ കാലിൽ നീര് കാണപ്പെടാം, വേദന ജോയിൻസിൽ കാണപ്പെടാം. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ ദഹനം ഈസി ആക്കാനും അല്ലെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മാറ്റാനും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെളിച്ചെണ്ണ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ചില സുകുമാരഘൃതം പോലെ തന്നെ ആയുർവേദത്തിൽ പല ഘൃതപ്രയോഗങ്ങളുണ്ട്. അതിന് പകരം നമുക്ക് ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടെങ്കിൽ അത് 1 സ്പൂണ് കുടിക്കുകയും അതിന് കൂടെ ഒരു ഇളം ചൂടുള്ള വെള്ളം രാവിലെ വെറും വയറിൽ കുടിക്കുകയും ചെയ്യുന്നത് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്യാനും വയറിൻ്റെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തുന്നതും, കോളിഫ്ലവർ, ക്യാബേജ്, ബെറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഏതായാലും, അതായത് ചീരവർഗ്ഗത്തിൽപ്പെട്ട എല്ലാം, സെലറി, ബീൻസ്, പേരയ്ക്ക, അത്തിപ്പഴം, ഫ്ലാക്സ് സീഡ്സ്, ഓറഞ്ച്, കൂണ്, ഇതൊക്കെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത്തരം പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാച്ചുറൽ അർജസ് ഒന്നും പിടിച്ചു വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നി അത് പിന്നത്തേന് മാറ്റി വെക്കാണ്ട് അത് അപ്പോഴത്തന്നെ കാര്യങ്ങൾ സാധിക്കുക. അതുപോലെ യൂറിൻ പാസ് ചെയ്യാനുണ്ടെങ്കിലും ഇത്തരം അർജസിനെ ഒന്നും തന്നെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല. പവനമുക്താസന, ലെഫ്റ്റ് നോസ് ബ്രീത്തിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ഇടത് വശത്ത് മൂക്കിലെ ദ്വാരത്തിലൂടെ
ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നുള്ളത്. ഇത് സിമ്പതറ്റിക് ഇതിനെയൊക്കെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് വളരെ നല്ലൊരു 2 ഓപ്ഷൻസ് ആണ് ഈ 2 യോഗാസന അല്ലെങ്കിൽ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്. അതുപോലെ ആഹാരത്തിന് മുൻപ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയുള്ള കുടലിലുള്ള മാലിന്യങ്ങളെയൊക്കെ തന്നെ പതുക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഈ ചൂടുവെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുടലിലെ ഇത്തരം കാര്യങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോയി നമുക്ക് ആവണക്കെണ്ണ പോലുള്ളവും അതുപോലെ ആയുർവേദ മരുന്നുകൾ, ഗന്ധർവസ്ഥാദി കഷായം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം. ആവണക്കെണ്ണയാണെങ്കിലും ഒരു ചെറിയ ടീസ്പൂണ് നമുക്കൊരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കാം ഒക്കെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഗട്ട് ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആഹാര രീതികൾ, പ്രോബയോട്ടിക് ഫുഡുകൾ, ഇതൊക്കെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വയറിനുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള 4 ഡ്രിങ്കുകളും കൂടെ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.